നിമിഷേ, നിമിഷേ, എന്താ കുഞ്ഞുഞ്ഞമ്മേ? ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നീ കണ്ടില്ലേ? 2 കൈയല്ല 20 കൈയുണ്ടെങ്കിലും ഇന്ന് ജോലി തീരില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ പോരെ, ഞാൻ സഹായിക്കില്ലേ? എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കൽപ്പനകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നോണ്ടിരിക്കുകയല്ലേ. എല്ലാം തന്നെ ഓർത്തിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാ. കൽപ്പനയോ? ആരുടെ? ലളിതാമ്മ അങ്ങനെ ഒരുപാട് ജോലിയൊന്നും പറയാറില്ലല്ലോ. അധികം ജോലി ഉണ്ടെങ്കിൽ ലളിതാമ്മ വന്ന് സഹായിക്കുകയും ചെയ്യുമല്ലോ. ലളിതാമ്മ എത്രയോ ഭേദാ. ഇത് അശ്വതി തമ്പുരാട്ടിയുടെ ഉത്തരവുകളല്ലേ, കടുകട തെറ്റാനും പാടില്ല. അതെന്താ അങ്ങനെ? ലളിതാമ്മ അടുക്കള ഭരണം അശ്വതി ചേച്ചി ഏൽപ്പിച്ചോ? എങ്കിൽ സുഖമായി. നമ്മൾ വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചാ മതി. പിന്നെന്താ ഇപ്പൊ പുതിയ സംഭവം? ഒരു സംഭവം പറഞ്ഞ പോരെ നിമിഷേ, ഒരു 1.5 സംഭവാ. നീ കാണാൻ പോകുന്നതേ ഉള്ളു പൂരം. അശ്വതി കുഞ്ഞിന്റെ അനീത്തി വരുന്നു അങ്ങ് ജർമ്മനിന്ന്. ജർമ്മനിന്നോ? ആ പെണ്ണിന് ജർമ്മനിയിലാ ജോലി. അതിന് കെട്ടിയോനും അവിടെ എന്തോ പണിയുണ്ട്. 2 പേരും കൂടി അവധിക്ക് വരുന്നു. അതൊരു നല്ല കാര്യമല്ലേ കുഞ്ഞുഞ്ഞമ്മ? വിദേശത്ത് ജോലിയുള്ളവരൊക്കെ നാട്ടില് വരുമ്പോ സ്വന്തക്കാരുടെ വീടുകളിൽ പോണ്ടേ? എല്ലാവർക്കും അതൊരു സന്തോഷമല്ലേ? ഇതൊക്കെ പതിവുള്ള കാര്യങ്ങളല്ലേ കുഞ്ഞുഞ്ഞമ്മ? ജർമ്മനിയിൽ എന്തോ ജോലിയുണ്ടെന്നല്ലാതെ അവിടുത്തെ രാജ്ഞിയൊന്നും അല്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ കൊട്ടും കൊരവയും താലപ്പൊലി ആയിട്ടൊന്നും സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല. അശ്വതി ചേച്ചിയുടെ സ്വന്തം അനിയത്തിയാണെന്നല്ലേ പറഞ്ഞേ? അതിന്റെ സ്നേഹം കാണാതിരിക്കോ? വളരെ നാള് കൂടി കാണുമ്പോ അതിനനുസരിച്ച് വേണ്ടതൊക്കെ ഒരുക്കണ്ടേ? എങ്കിലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ നിമിഷേ? ഒരു കശാപ്പ് കടയിലെ മൊത്തം ആടും കോഴിയും വേണോ അനിയത്തിയെ സൽക്കരിക്കാൻ? വിദേശത്ത് ജോലി ചെയ്യുമ്പോ അവിടുത്തെ രീതികളും ശീലിക്കും കുഞ്ഞുഞ്ഞമ്മേ. അവരുടെ ഭക്ഷണത്തിൽ ചോറും കറിയൊന്നും ഇല്ലല്ലോ. മീനും ഇറച്ചിയൊക്കെയാ പ്രധാനപ്പെട്ട വിഭവങ്ങള്. എങ്കിൽ പിന്നെ നാട്ടിൽ വരുമ്പോഴെങ്കിലും ഇത്തിരി ചോറും കറിയും കഴിക്കാൻ മേലേ? എങ്കിൽ നമ്മളിങ്ങനെ നടുവൊടിഞ്ഞ് കഷ്ടപ്പെടണോ? ഞാൻ സഹായിക്കാന്നേ. കുഞ്ഞുഞ്ഞമ്മയുടെ നടുവൊടിയാൻ ഞാൻ സമ്മതിക്കോ? എന്താ കുഞ്ഞുഞ്ഞമ്മേ, ജോലി പലതും ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കണോ 2 പേരും കൂടി? എന്തൊക്കെ ചെയ്യണോന്ന് ഞാനീ നിമിഷയ്ക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നിങ്ങളോട് പറഞ്ഞ ജോലി നിങ്ങൾ ചെയ്താൽ മതി. ഇവളോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. അതെ, ചിക്കൻ കറി ഫ്രൈയും വേണം, മീൻ കറി ഫ്രൈയും. ചെറിയ മീൻ വാങ്ങിയിട്ടില്ലേ, അത് പീര വറ്റിക്കണം. പിന്നെ മട്ടൻ കുറുമ, അത് നിർബന്ധമായിട്ടും വേണം. വേറെന്തൊക്കെ വേണമെന്ന് ഞാൻ അപ്പ പറയാം. വെറുതെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയാ പോരാ. നിനക്ക് ഇതിലെന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? അറിയാം. നീ ഒരിടത്ത് അടുക്കള പണിക്ക് നിന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ട്? ഞാൻ കുഞ്ഞുഞ്ഞമ്മയോട് ചോദിച്ചു പഠിച്ചോളാം. നീ പഠിച്ചു പാസ്സായി വരുന്നത് വരെ എന്റെ അനിയത്തിയും ഭർത്താവും കാത്തിരിക്കില്ല. ചേരുവകളൊക്കെ അമ്മ പറഞ്ഞുതരും. ജോലി നിങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ. ചെയ്തോളാം അശ്വതി കുഞ്ഞെ. ഇത് കൂടാതെ നിനക്ക് വേറെ ചില ജോലികളുണ്ട്. വെറുതെ കുഞ്ഞിനെയും താരാട്ടി ഇരുന്നാ പോരാ. ഞാൻ വിളിക്കുമ്പോ വരണം. ആഹാ, നിന്റെ അലങ്കാരപ്പണി തീർന്നില്ലേ അശ്വതി? ഞാൻ ഒറ്റയ്ക്ക് നോക്കിയാ തീരുവോ? സഹായിക്കാൻ ഒരൊറ്റ മനുഷ്യരില്ല. നീ ആ മുറ്റത്തേക്ക് ഇറങ്ങിയെന്ന് വിളിച്ചു കൂവേ. സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും ഓടി വരും. അമ്മ കളിയാക്കൊന്നും വേണ്ട. ഇവിടെ കുറെ ജോലിക്കാരുണ്ട്. ആര് സഹായിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതി തന്നെ ചെയ്യും. കുഞ്ഞുഞ്ഞമ്മയ്ക്ക് അടുക്കളയിൽ പിടിപ്പത് ജോലിയുണ്ട്. നിമിഷയ്ക്ക് കുഞ്ഞിനെ നോക്കണം. ദിവാകരനെ നിർത്തിയിരിക്കുന്ന പുറംപണിക്കാ, അവനെ വിളിക്കണോ? ഞാൻ ഇതിനകത്ത് വെട്ടാനും കിളയ്ക്കാനും ഒന്നും പോകുന്നില്ല.
ഈ സെറ്റുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ട്. പിന്നെ ആ ഡൈനിങ് ടേബിളിന്റെ പൊസിഷനും മാറ്റണം. അതിന് ദിവാകരൻ ചേട്ടനെ വിളിച്ചാലും മതി. ജനാലയുടെ എല്ലാ കർട്ടനും മാറ്റണം. അതിന് കർട്ടൻ കഴിഞ്ഞ ആഴ്ചയല്ലേ മാറ്റിയത്? ഒരാഴ്ചയായില്ലേ? കർട്ടൻ പുതിയത് തന്നെ വേണം. പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ കിട്ടിയിട്ട് വേണ്ടേ? ഹാ, നിന്റെ കെട്ടിയാനില്ലേ, അവനെ വിളിക്കേ. ആ ശരിയാ. ശ്യാമേട്ടാ, നിന്റെ കൽപ്പന അനുസരിക്കാൻ അവനെ കിട്ടും. ശ്യാമേട്ടാ. എന്താ ശ്രുതി? ഹർഷയും ഭർത്താവും വരുമ്പോഴേക്കും ഈ വീടെല്ലാം ഒന്ന് ഭംഗിയാക്കണം. ശ്യാമേട്ട ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇത്രയും ഭംഗി പോരെ അശ്വതി? ഇപ്പൊ തന്നെ നീ ഇത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ടല്ലോ. ദേ, ഈ വിൻഡോ കർട്ടൻസ് ഒക്കെ ഒന്ന് മാറ്റണം. അതിന് ശ്യാമേട്ട ഒന്ന് സഹായിച്ചാ മതി. ഇപ്പൊ കിടക്കുന്ന കർട്ടൻ നല്ല ഭംഗിയുള്ളതല്ലേ? ഇതും നിന്റെ സെലക്ഷൻ തന്നെയല്ലേ? വെരി ബ്യൂട്ടിഫുൾ. നമുക്കിത് തന്നെ മതിന്ന് വെക്കാം. ശ്യാമേട്ടന് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയ ശ്യാമേട്ട? ആപ്പിളും ഓറഞ്ചും മുന്തിരിയും ജർമ്മനിയിലും ഉണ്ടാകുന്ന പഴങ്ങളല്ലേ അശ്വതി? അവർക്ക് അതിലൊന്നും വലിയ താല്പര്യം കാണില്ല. എങ്കിലൊരു ചക്കപ്പഴം വാങ്ങിക്കൊണ്ട് വരായിരുന്നില്ലേ? ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലല്ലോ അശ്വതി. ഓ, അല്ലെങ്കിൽ ഇപ്പൊ അതങ്ങ് വാങ്ങിയേനെ. ശ്യാമേട്ടനൊരു കാര്യം, മുസമ്പി വാങ്ങിയോ? അത് ഞാൻ തന്ന ലിസ്റ്റിലുണ്ടായിരുന്നല്ലോ. മൊസംബി ഇപ്പൊ മാർക്കറ്റിൽ ഒരിടത്തും കിട്ടാനില്ല. മാതളോ? അത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ. മാതളം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും കൊള്ളില്ല. എല്ലാം പഴയതാ. നല്ല കുറച്ച് നീലം മാങ്ങ വാങ്ങാൻ പോലും ശ്യാമേട്ടൻ തോന്നിയില്ലല്ലോ. അതോ അത് മാർക്കറ്റിൽ കിട്ടില്ലേ? എന്റെ അശ്വതി, അക്ബർ ചക്രവർത്തി 1,00,000 മാവുകളുള്ള ഒരു മാവിൻ തോപ്പ് നട്ടുപിടിപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങേർക്ക് നിന്നെ പോലുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നിരിക്കും. എല്ലാരും കൂടി എന്നെ നാണം കെടുത്തി അടങ്ങും. വിരുന്നിന് വരുന്നത് ബ്രൂണ സുൽത്താനൊന്നും അല്ലല്ലോ അശ്വതി, നിന്റെ അനിയത്തിയും ഭർത്താവും അല്ലേ. അവർക്കൊരു കുറവുണ്ടായ എനിക്കതിന്റെ നാണക്കേട്. വിരുന്നുകാരെ നല്ലപോലെ സൽക്കരിക്കുന്ന പാരമ്പര്യം ഞങ്ങളുടേത്. വിരുന്ന് വരുന്നവരാണെങ്കിലും സ്വന്തം അനുജത്തി വിരുന്നുകാരിയെ പോലെ അല്ല പെരുമാറേണ്ടത്. ഇവിടെ വരുമ്പോ ഈ വീട്ടിലെ അംഗത്തെ പോലെ പെരുമാറണം. വിരുന്നുകാരി ചമഞ്ഞ് മാറിയിരിക്കാൻ പാടില്ല. അങ്ങനെ ചില മര്യാദകളൊക്കെ ഉണ്ട്. വിരുന്നുകാരെ സൽക്കരിച്ച് പാരമ്പര്യമുള്ള ചേച്ചി അനുജത്തിയും ഇതുവെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്തോ? അമ്മ ഞങ്ങളിനി കൂടുതൽ മാനേഴ്സ് ഒന്നും പഠിപ്പിക്കണ്ട. വേണ്ടതൊക്കെ പഠിപ്പിച്ചു തന്നെയാ എന്നെ ഹർഷ എന്റെ അമ്മ വളർത്തിയത്. ഓവ്വ, അതിന്റെ അറിയാനും ഉണ്ട്. അടുക്കളയിലെ കാര്യം എന്തായോ ആവോ, എല്ലായിടത്തും എന്റെ കണ്ണും കയ്യും എത്തണം. അവിടെ കുഞ്ഞുഞ്ഞമ്മയുണ്ട്, അത് മതി. ഹർഷയും ഭർത്താവും ആദ്യമായിട്ട് വിരുന്ന് വരുന്നൊന്നും അല്ലല്ലോ അശ്വതി. കല്യാണം കഴിഞ്ഞപ്പോ വന്നായിരുന്നല്ലോ. അന്ന് പെട്ടെന്ന് പോവേണ്ടി വന്നില്ലേ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്രാവശ്യം 1-2 മാസത്തെ അവധിയുണ്ട്. ചിലപ്പോ ഇവിടെ 2-3 ദിവസം കണ്ടേക്കും. ഹ, ഏതായാലും ഈ വീട് പുതുക്കി പണിയാൻ പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. ദേ, മീൻകറിയുടെ ഉപ്പൊന്ന് നോക്കണേ നിമിഷേ. പാകത്തിനുള്ളൂ കുഞ്ഞുഞ്ഞമ്മേ. ഫിഷ് മോളി ഉണ്ടാക്കാനായിരുന്നു അശ്വതി തമ്പുരാട്ടിയുടെ കൽപ്പന. ബോബിന് മോളിയൊന്നും ഉണ്ടാക്കാൻ എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞുതരായിരുന്നല്ലോ. നീയോ? നിനക്കെങ്ങനെ അറിയാം? അത് ഞാൻ പാചകക്കുറിപ്പ് നോക്കി പഠിച്ചതാ. എന്തിനാ നിമിഷ നീ അതൊക്കെ കാണാതെ പഠിച്ചു വെക്കുന്നത്? അതുവല്ലതും നമുക്കുണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കിയാലും വായിൽ വെച്ച് കൂട്ടാൻ പറ്റുമോ? ദേ, നമ്മൾ കുടമ്പുളി ഇട്ട് വെക്കുന്ന മീൻകറിയുടെ 7 അയലത്ത് വരുമോ? ഇനി എന്താ കുഞ്ഞുഞ്ഞമ്മ ചെയ്യണ്ടേ? ചെയ്യാനാണ് പണിയില്ലാത്ത. ദേ, ആ ഫ്രിഡ്ജിൽ മുട്ടയിരിപ്പുണ്ട്, അതിങ് എടുത്തോണ്ട് വാ. മുട്ട ഓംലേറ്റ് മാത്രം പോരല്ലോ, മുട്ട തോരനും വേണ്ടേ? നീ ഇവിടെ എന്ത് ചെയ്യാ നിമിഷേ? ഞാൻ കുഞ്ഞുഞ്ഞമ്മയെ സഹായിക്കായിരുന്നു. നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കുഞ്ഞിനെ നോക്കാനാണോ അതോ കുഞ്ഞുഞ്ഞമ്മയെ സഹായിക്കാനാണോ? അത് ഇന്നിവിടെ വിരുന്നുകാര് വരുന്നുണ്ടെന്ന് അശ്വതി ചേച്ചി പറഞ്ഞു. അതിന് നിനക്കെന്താ? പലപ്പോഴും ഈ വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ട്. ചിലർ വന്നൊരു ചായയും കുടിച്ച് വിശേഷം പറഞ്ഞിട്ട് അധികം വൈകാതെ പോകും. ചിലർ ഒരു ദിവസം തങ്ങിട്ട് പിറ്റേന്ന് പോകും. അതൊക്കെ ബന്ധു അടുപ്പം പോലെ ഇരിക്കും. അശ്വതി ചേച്ചിയുടെ അനിയത്തിയും ഭർത്താവും അല്ലേ വരുന്നേ? അതിനെന്താ, അവര് വരട്ടെ. 1-2 അവരുടെ ഇഷ്ടം പോലെ എത്ര ദിവസം വേണമെങ്കിലും താമസിച്ചിട്ട് പോയിക്കോട്ടെ. എന്നോടും കൂടി അടുക്കളയിൽ സഹായിക്കണം എന്ന് അശ്വതി ചേച്ചി പറഞ്ഞു. അശ്വതിയാണ് നിനക്ക് ശമ്പളം തരുന്നത് അല്ലല്ലോ. നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത് ഞാനാണോ അശ്വതിയാണോ? ലളിതാമ്മയാ. എങ്കിൽ ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്താൽ മതി. ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി കുഞ്ഞിനെ നോക്കാന്നുള്ളതാ. അത് ചെയ്താൽ മതി. പക്ഷെ ആ ജോലി കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. മോനിപ്പോ ഉറക്കവാ? കുഞ്ഞുങ്ങൾ ഉറങ്ങിയാൽ ഉണരുന്നത് അലാറം വെച്ച് കൃത്യസമയത്തിനല്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പോ ഉറങ്ങുകയും ഉണരുകയും ചെയ്യും.
നമ്മുടെ ഇഷ്ടത്തിനൊപ്പമുള്ള ടൈം ടേബിൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അവരുടെ ശീലങ്ങൾക്കൊത്ത് നമ്മൾ നിൽക്കണം. ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു തരണോ? വേണ്ട. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? കൊച്ചിന്റെ അടുത്തോട്ട് ചെല്ലേ. ഇങ്ങോട്ട് താ പോ. ഇതെന്തൊക്കെയാ കുഞ്ഞുഞ്ഞമ്മ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മുഴുവൻ ഉണ്ടാക്കി തീർന്നില്ല ലളിതാമ്മേ. ഇനി മട്ടൺ സ്റ്റൂ ഉണ്ടാക്കണം, മുട്ടത്തോരനും ഓംലെറ്റ് ഉണ്ടാക്കണം. അത്രയും മതി. ആഹാ, എന്തിനാടി അതുകൊണ്ട് മതിയാക്കുന്നേ? ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഒക്കെ കൂടി ഉണ്ടാക്കാൻ മേലായിരുന്നോ? അയ്യോ, അതൊന്നും അശ്വതി കുഞ്ഞ് പറഞ്ഞില്ലല്ലോ. ആ, പറഞ്ഞാൽ ഉടനെ ഉണ്ടാക്കാൻ നീയും. ഞാൻ പറയുന്ന സാധനങ്ങൾ മാത്രം ഈ അടുക്കളയിൽ ഉണ്ടാക്കിയാ മതി. ഇതെന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ചിക്കൻ, ചെമ്മീൻ, മട്ടൻ, ഫിഷ് കറി, ഫ്രൈ. ഇതൊരു കല്യാണ സദ്യക്ക് ഉണ്ടല്ലോ. ഇത് മതി. ഒഴിക്കാനുള്ളത് വേണമെങ്കിൽ ഇത്തരം മോര് കാച്ചിക്കോ. ആ, ഇങ്ങോട്ട് നോക്ക്. വേറൊന്നും വേണ്ടെന്ന് മനസ്സിലായോ? ഉണ്ടാക്കിയിരിക്കുന്നു. മെലിഞ്ഞു. രാജീവ് പഴയ പോലെ തന്നെ തടി ഒട്ടും കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. ഇവള് ശരിക്കും ഭക്ഷണമൊന്നും ഉണ്ടാക്കി തരുന്നില്ലേ രാജീവേ? ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകും. വേണമെങ്കിൽ ഞാനെടുത്ത് ചൂടാക്കി കഴിക്കണം. ജർമ്മനിയിലെ രീതി വെച്ച് നോക്കുമ്പോ ഇവള് ഇത്രയും ചെയ്യുന്നതിനെ ഭാഗ്യോ. ഭാര്യയുടെ കൈ കൊണ്ട് വെച്ച് വിളമ്പിക്കിട്ടിട്ട് കഴിക്കാനൊന്നും അവിടെയുള്ളവർക്ക് യോഗമില്ല. ഭർത്താക്കന്മാര് ജോലിക്ക് പോവുകയും ഭാര്യമാര് ഭക്ഷണം വെച്ചുവിളമ്പി വീട്ടിൽ കാത്തിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഏർപ്പാടല്ലേ ചേച്ചി? ജർമ്മനിയിൽ എല്ലാരും ജോലിക്ക് പോവും. ചെയ്താലേ ജീവിക്കാൻ പറ്റൂ. അവിടുത്തെ ജീവിത ചെലവും അങ്ങനെയാ. രാജീവ് വണ്ണം വെക്കാത്ത അതുകൊണ്ടൊന്നുമല്ല. വർക്കൗട്ട്, ഡയറ്റിങ്, ഫിഗർ നോക്കാതെ പറ്റുമോ? മ്യൂണിക്കിലെ മദാമ പിള്ളേരുടെ മുമ്പിൽ വിലസണ്ടേ? തൊടുപുഴയിൽ എന്തുണ്ട് രാജീവ വിശേഷം? ഓ, അവിടെ എന്ത് വിശേഷം? അച്ഛനും അച്ഛന്റെ റബ്ബർ തോട്ടവും. റബ്ബറിന്റെ വില കുറഞ്ഞു എന്നുള്ളത് അച്ഛന്റെ ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് വൈകുന്നേരം 4 ലാർജ് കഴിച്ചിരുന്നു, ഇപ്പൊ 3 ആക്കി കുറച്ചു. ജീവിച്ചുകൊണ്ടെന്ന് അച്ഛൻ ചോദിക്കുന്നത്. 2 റബ്ബർ സ്റ്റേറ്റ് കൊണ്ട് മാത്രം എന്താകാനാ? ശ്യാമേട്ടൻ ചേച്ചി ഇവിടെ ഉണ്ട്, കേറി വാ. വാ. ചേച്ചി വിളിക്കാതെ എങ്ങനെ വരുന്നേന്ന് ഓർത്തല്ലേ ഞങ്ങൾ ഇവിടെ നിന്നത്. വിരുന്ന് വന്നവരെ പ്രത്യേകം ക്ഷണിക്കണോടി. എങ്കിൽ ഞാനൊരു താലപ്പൊലിയും കൂടി ഏർപ്പാടാക്കായിരുന്നല്ലോ. വാ രാജീവേ. ഇരിക്ക് രാജീവേ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇരിക്ക്. ഇനി പറ, എന്തൊക്കെയാ ജർമ്മനിയിലെ വിശേഷങ്ങൾ? അവിടെ എന്ത് വിശേഷ ചേച്ചി? ഇപ്പൊ മഞ്ഞ വീഴ്ചയുടെ സമയാ. ഇനി ഒരു 3 മാസത്തേക്ക് അവിടുത്തെ ജീവിതം വലിയ ബുദ്ധിമുട്ടാ. പുറത്തിറങ്ങാനും ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസാ. 3 മാസമൊന്നും ലീവ് കിട്ടില്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു. 1 മാസമുള്ള അവധി. റിട്ടേൺ ടിക്കറ്റ് കൂടി ഞങ്ങൾ ഇപ്പോഴേ ബുക്ക് ചെയ്തു. ഒന്നിച്ചാവുമ്പോൾ ലാഭമുണ്ടല്ലോ. ഏത് എയർലൈൻസാ രാജീവേ? ചില കമ്പനിക്കാർ ഓഫ് സീസണിൽ ഇളവ് കൊടുക്കാറുണ്ടല്ലോ. ലുഫ്താൻസ ചേച്ചി. അതാവുമ്പോ ഡയറക്റ്റ് മ്യൂണിക്കിൽ ഇറങ്ങാലോ. ഈ വീട്ടിലെ മറ്റുള്ളവരൊക്കെ എന്തി? അമ്മയോടെ ഉണ്ടായിരുന്നു. അമ്മേ, അമ്മേ. ഇരിക്കിരിക്കും. നിങ്ങൾ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. വണ്ടിയുടെ ശബ്ദവും കേട്ടില്ല. ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ അമ്മേ. അച്ഛൻ സുഖമായിട്ടിരിക്കുന്ന രാജീവേ? ഓ, കുഴപ്പമൊന്നുമില്ല. ദീപയുടെ ആ ട്രാജഡി നടന്നപ്പോ അച്ഛനും വരാൻ പറ്റിയില്ല. വണ്ടമേട്ടിലെ എസ്റ്റേറ്റിലായിരുന്നു. അവിടെ ഒരു ലേബർ പ്രോബ്ലം. അച്ഛൻ ഒരു തരത്തിലും പോരാൻ പറ്റിയില്ല. ഞങ്ങള് ജർമ്മനിയിലായിരുന്നല്ലോ. ആരും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു മോനെ. ഞങ്ങൾ ആകെ തകർന്നു പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് വല്ലതാണോ? ആർക്കറിയാം മോളെ, നമ്മുടെ വിധി അല്ലാതെ.
ജർമ്മനിയിലാണെങ്കിൽ ആൾക്കാർ ഡോക്ടേഴ്സിനെതിരെ കേസ് കൊടുക്കും. ഹോസ്പിറ്റലിൽ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. ഭയങ്കര തുക ഓരോരുത്തർ ക്ലെയിം ചെയ്യുന്നേ. മിക്കവാറും അത് കിട്ടുകയും ചെയ്യും. ഇനി എത്ര വലിയ തുക കിട്ടിയിട്ട് എന്താ മോളെ കാര്യം? നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. ജീവൻ തിരിച്ചു തരാൻ ഒരു കോടതിയും പറയില്ലല്ലോ. കുഞ്ഞുഞ്ഞമ്മേ, ജ്യൂസ് എടുത്തില്ലേ? ഇവിടുത്തെ കുഞ്ഞുഞ്ഞമ്മയുടെ കാര്യം അറിയാലോ. നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്താ കിട്ടാൻ 1/2 മണിക്കൂറെങ്കിലും എടുക്കും. ഇവിടെ സെർവറിന് കിട്ടാനെങ്കിലും ഉണ്ടല്ലോ ചേച്ചി. ജർമ്മനിയിലെ കാര്യം കഷ്ടം. എന്താ കുഞ്ഞുഞ്ഞമ്മേ, നിനക്കിന്ന് 2 കൈക്ക് പോരെ 4 കൈ ഉണ്ടായോ? ചോദിച്ച ഉടനെ ജ്യൂസ് കിട്ടിയല്ലോ. വേണ്ടപ്പെട്ടവർ വരുമ്പോൾ സൽക്കരിക്കണേൽ നമ്മൾ ഓടിയും ചാടിയൊക്കെ നിൽക്കണ്ടേ ലളിതാമ്മേ. ഹർഷക്കുഞ്ഞിനെ കണ്ടിട്ട് എത്ര നാളായി. സുഖമായിട്ടിരിക്കുന്നു. എന്താ കുഞ്ഞുഞ്ഞമ്മ വരുന്നോ ജർമ്മനിക്ക്? എനിക്കൊരു സെർവറിന് ആവശ്യമുണ്ട്. അയ്യോ, ഞാനില്ലേ, വിമാനത്തിൽ കയറാനൊക്കെ എനിക്ക് പേടിയാ. കുഞ്ഞുഞ്ഞമ്മ ചെല്ല്, അടുക്കളയിൽ ജോലിയില്ലേ? ഓ, രാജീവിന് ജർമ്മനി സ്ഥിരം ജോലിയായോ? ഞാൻ ആദ്യം വിസിറ്റിംഗ് വിസയിൽ പോയതാണല്ലോ. കാലാവധി തീർന്നപ്പോ തിരിച്ചു പോന്നു. പിന്നെ ഫാമിലി വിസ കിട്ടി. ഇനി ജോലിക്ക് ശ്രമിക്കണം. ആ കുഞ്ഞെവിടെയാണോ ചേച്ചി? ദീപയുടെ? ഇവിടെയുണ്ട്. ദീപയുടെ വീട്ടുകാർ കൊണ്ടുപോയി 2 ദിവസം നോക്കി. കുഞ്ഞു ഭയങ്കര കരച്ചില്. പിന്നെ ഞങ്ങൾ ഇവിടേക്ക് തന്നെ കൊണ്ടുപോകും. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ, ഇവിടെ അതിനാരും നോക്കും? സർവൻസ് ഉണ്ടല്ലോ. ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ ചേച്ചി? പിന്നെന്താ, ഞാനിപ്പൊ കൊണ്ടുവരാം. വയറ് നിറച്ചു കുടിച്ചോ. എന്റെ പൊന്നുമോളുടെ ജീവനാ മോനെ ഇത്. അവൾക്ക് അർഹതപ്പെട്ടതായിരുന്നു. പക്ഷേ എന്റെ മോൾക്ക് യോഗയില്ലാതെ പോയി. മോൻ കുടിച്ചോ. നീയോ എന്റെ മോൻ തന്നെയല്ലേ? അമ്മയില്ലാന്നോർത്ത് എന്റെ ചക്കര വിഷമിക്കണ്ട കേട്ടോ. ഞാനില്ലേ നിനക്ക്? എന്റെ പൊന്നുമോന്റെ അമ്മ തന്നെയാ ഞാൻ. കുഞ്ഞിനെ കൊണ്ട് മുറിയടിച്ചിരിക്കുന്നേ. എന്തെങ്കിലും ചോദിച്ച വാ തുറന്ന് ഉരിയിടാൻ പാടില്ലേ നിനക്ക്? ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കുമായിരുന്നു. കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി മുറിയടിച്ച് കുട്ടിയിട്ട് അകത്തിരിക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ. പിന്നെന്താ, ഞാൻ പറയുന്ന വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ലേ? ഉണ്ട്. പക്ഷെ നീ അത് വകവയ്ക്കുന്നില്ലാന്ന് മാത്രം അല്ലേ? ഈ കുഞ്ഞിന്റെ വാശിയും കരച്ചിലും കൊണ്ടാ നീ പിന്നെ ഇവിടെ വന്നേന്ന് ഓർത്തോ. അല്ലെങ്കിൽ നിന്നെ ഞാൻ ആ ഗേറ്റിനിപ്പുറം കേട്ടില്ലായിരുന്നു. എന്തു പറഞ്ഞാലും നാണില്ലാതെ കേട്ടോളൂ. കൂടി വന്ന ആ ഉണ്ടക്കണ്ണ് മിഴിച്ചത് നോക്കും. മതിയല്ലോ. പിന്നെ എന്റെ അനിയത്തിയും ഭർത്താവും വന്നിട്ടുണ്ട്. അവർക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന്. നീ എടുത്തോണ്ട് വാ. വാ 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 വാ.